പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദു വേളുക്കര, ആളൂർ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയതോടെ സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചു. തൊമ്മാനയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആളൂർ മാനാട്ടുകുന്നിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ P മണി, VA മനോജ് കുമാർ, RL ശ്രീലാൽ, TK വർഗീസ്, ബിജു ആന്റണി, NB ലത്തീഫ്, UK പ്രഭാകരൻ, KR ജോജോ, അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി, റഷീദ് കാറളം, TG ശങ്കരനാരായണൻ, KK ശിവൻ, മിഥുൻ പോട്ടക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർ, നിങ്ങളിവിടെ ഒരുക്കി നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചും LDF ഗവൺമെൻറ് നടപ്പാക്കിയ ജനോപകാരപ്രദമായ പദ്ധതികളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെ എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കൾ സവിസ്തരം നിങ്ങളോട് പറഞ്ഞു കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ചുമതല നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അകമഴിഞ്ഞ പിന്തുണയുമായി എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 5 വർഷക്കാലം മുൻപ് ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തോട് 100% കൂറു പുലർത്തിക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് കഠിന പരിശ്രമം തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിനയപുരസരം എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ നമുക്ക് നേടിയെടുക്കാനായി. നമ്മുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പൊതുമരാമത്ത് റോഡുകളും ആധുനിക ബിറ്റുമിൻ മെക്കാഡം താരങ്ങ് ചെയ്ത് നവീകരിച്ചത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആളൂർ ഗ്രാമപഞ്ചായത്തിലെ പര്യടനത്തോടെ സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചു. വല്ലക്കുന്നിൽ നിന്നും ആരംഭിച്ച പര്യടനം ആളൂർ സെന്ററിൽ സമാപിച്ചു. UDF മണ്ഡലം ചെയർമാൻ ബാബു തോമസ് അധ്യക്ഷത വഹിച്ച യോഗം NK ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MP ജാക്സൺ, കൺവീനർ അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, KV രാജു, MM ബൈജു, റോയ് J കളത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. വോട്ടവകാശം സാധാരണക്കാരുടെ യാത്രാ സഹായിയായ രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബൂത്ത് പ്രസിഡന്റ് ശ്രീ ജോൺസൺ കടമ്പാട്ടുപറമ്പിൽ, ഷക്കീർ MP, ജോളി കടമ്പാട്ടുപറമ്പിൽ, ശ്രീ പീറ്റർ പുന്നേരിപ്പറമ്പിൽ, ബൂത്ത് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ KP, ജോജോ മാസ്റ്റർ, ശ്രീ റസാഖ് വലിയകത്ത്, ശ്രീ ബിനു പോൾ, ശ്രീ ജോൺസൺ, ശ്രീ PK ഡേവിസ്, ശ്രീ PL പോളി, ശ്രീ അബ്ദുൽ ഷക്കീർ. ഈ മണ്ഡലത്തിൽ MLA ആയ സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓർത്തിണക്കിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അത്തരത്തിലുള്ള വികസന കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി
എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ MLA ആയത് ഈ പ്രദേശത്തോടെ MLA ആയത് 10 വർഷം മുമ്പാണ്. പക്ഷെ അന്ന് ചെയ്ത വികസന കാര്യങ്ങൾ ഇന്നും വളരെ മാധുര്യത്തോടെ ആളുകൾ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സംതൃപ്തി. അപ്പം അന്ന് ഈ കുമ്പഴിഞ്ഞാമാക്കൽ ഇത്രയും വലിയ തിരക്കില്ലായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഈ തിരക്ക് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ കുമ്പഴിഞ്ഞാമാക്കലിന്റെ നവീകരണം, ഈ ബ്ലോക്ക് മാറ്റൽ ആയിരിക്കും ആദ്യമായി ചെയ്യാൻ പോകുന്ന ഒരു വികസന പ്രവർത്തനം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2001 MLA സമയത്ത് കരുവന്നൂർ പാലം എന്നെ അന്ന് ആളുകൾ ഇതുപോലെ ചൂണ്ടിക്കാണിച്ചു തന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത്. KPMS സ്ഥാപക നേതാവ് PK ചാത്തൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാകുളത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട്, ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്, മണ്ഡലം ട്രഷറർ ജോർജൻ കൊല്ലാട്ടിൽ, സൂരജ് നമ്പ്യങ്കാവ്, സരിത സുഭാഷ് എന്നിവരും സന്തോഷ് ചെറാകുളത്തിനൊപ്പം ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സംഗമം മുനിസിപ്പൽ ടൗൺ ഹാളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MP ജാക്സൺ, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. മെയ് കഴിഞ്ഞ് ഏപ്രിൽ 9-ാം തീയതി അല്ലെ മെയ് 4-ാം തീയതി ഒരു ഫലം വരുമ്പോൾ തീർച്ചയായും ഈ നാട്ടിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് തീർച്ചയായും ഇവിടെ നിന്ന് നിങ്ങളുടെ MLA ഇരിഞ്ഞാലക്കുടയ്ക്ക് വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ MLA-യുടെ പേര് ബിന്ദു എന്നല്ല, ആ MLA-യുടെ പേര് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നേരത്തെ പറഞ്ഞു വെച്ച ഗ്യാരണ്ടികൾക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിന്റെ ഈ ഭൂമി അല്ലെങ്കിൽ ഭൂമികയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള കെടുകാര്യസ്ഥതയുടെ, പിടിപ്പുകേടിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഏറ്റവും മോശപ്പെട്ട സംവിധാനങ്ങളായി എല്ലാ സിസ്റ്റവും ഗവൺമെന്റിനെ സംബന്ധിച്ച് വീണാ ജോർജ് തന്നെ പറഞ്ഞു വെക്കുന്നത് പോലെ ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്നാ പറഞ്ഞത്. ആ സിസ്റ്റം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ആ സിസ്റ്റം. ആ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്തമില്ലെങ്കിൽ അല്ലേ ഞങ്ങളോട് എന്തിനാ തട്ടിക്കയറുന്നത്? ഞങ്ങൾ മന്ത്രിമാരല്ലേ അല്ലേ? കത്രിക കുടുങ്ങിയത് ഞാനെന്ത് പറയാനാ? ഇതാ ചോദിക്കുന്നത്. കത്രിക കുടുങ്ങിയതിന് ഞാനെന്ത് പറയാനാ? എങ്കിൽ നിങ്ങൾ ഈ മന്ത്രി പദവിയുമായി നടക്കരുത്, നിങ്ങൾ ആ കൊടിവെച്ച കാറിൽ പറക്കരുത്. അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പണിക്ക് നിൽക്കേണ്ടതുള്ളൂ എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.